കയറണമെന്നുള്ള തണുപ്പ് രാജ്യങ്ങളായിരുന്നത് ഇങ്ങനെയായിരിക്കും. ഇതുപോലെ കയറണം. ഡോറ് തുറന്നടയ്ക്കുമ്പോൾ അകത്തേക്ക് തണുപ്പ് കയറും. അതുകൊണ്ട് ഇങ്ങനത്തെ സിസ്റ്റമാണ് ഇവിടെ. ഒരു വലിയ മാളാണ്, ലഗൂൺ ടെർമിനൽ. ഡ്രസ് ഷോപ്പ്, ഫുഡ് കോർട്ട്, സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ജ്യൂസ് ജ്യൂസ്. ഇവിടുത്തെ ഒരു സാൻഡ്വിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ്, അടിപൊളി, നല്ല രസമാണ് കഴിക്കാൻ. ഇത് ഷോപ്പ്. നമ്മൾ പറഞ്ഞ ഡ്രസ്സുകളൊക്കെ കിടക്കണം. ഇന്നലെ രാത്രി എത്തി, എന്നിട്ട് ഇന്ത്യൻ സമയം രാവിലെ 6 മണിക്ക് എത്തി. ഫോട്ടോ വീഡിയോ അയച്ചു. നീ എപ്പോൾ എത്തിയെന്ന് ഒരു മെസ്സേജ് അയച്ചു. ഇന്ന് രാവിലെ 6 മണിക്ക് ഞങ്ങൾ എത്തി, ഇന്ത്യൻ സമയം 6 മണിക്ക്. ഞങ്ങൾ പുറത്ത് വന്നേക്കാം, എൻ്റെ ഫോണിൽ നെറ്റില്ല, അതുകൊണ്ടാണ്. എന്ത് നോക്കണം, അതായത് ഇതൊക്കെ നമുക്ക് അറിയാടി നിനക്ക്. പിന്നെ എങ്ങനെ നീ ഇവിടെ സ്കൂളിലൊക്കെ സ്കൂളിൽ കൊണ്ടാകുകയാണോ, അല്ലെങ്കിൽ മറ്റേ നിനക്ക് പഠിക്കണമായിരിക്കാം ആദ്യം? എന്ത് ഞാൻ പിടിച്ചോണ്ടിരിക്കുകയല്ലേ. നമ്മളൊന്ന് ടോയ്ലറ്റിൽ പോട്ടെ. യൂറോപ്പിലെ മാളുകൾ കാണിക്കണം. നോർവേയിലെ ലഗൂണിലെ. നമ്മൾ താഴേട്ട് ഇറങ്ങട്ടെ, എസ്കലേറ്റർ വഴി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പൊന്നപ്പോൾ ഇതിലെ സ്ലീപ്പിംഗ് ആണത്. ഉറങ്ങി, ട്രെയിനിലിരുന്നപ്പോൾ തന്നെ ഉറങ്ങി. രസം. ഇത് ഇവിടെ നമുക്ക് ഹാള്, അതിനൊക്കെ പൈസ ഇട്ട് വെച്ചിട്ടുണ്ടാവും. H&M ഷോറൂട്ട്. ഇവിടെ നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ നോർമൽ ഒരു പ്രൈസുള്ള കടയാണ്. ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഷോപ്പിങ്ങിന് വേണേ. ഓപ്സ് എക്സ്പ്രസ് ഷോപ്പിങ്ങിന് വേണ്ടി ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതെടുക്കണ്ടേ, ബാഗ് ഉള്ളിൽ നിന്ന് എടുക്കാം അല്ലേ. ഇതെടുത്തിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വലിയത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഫ്ലവേഴ്സൊക്കെ ചെയ്യണമല്ലോ. ആപ്പിൾ എടുക്കണല്ലേ? എടുത്തോ, ആപ്പിൾ എടുത്തു. ബാഗ് ചെറുതെടുക്കാം അവിടെ നിന്ന്. ഫ്ലവേഴ്സൊക്കെ അടിപൊളി. സമ്മറായില്ലേ, അപ്പോൾ എടുത്ത് കൊണ്ടുപോയി നടാൻ വേണ്ടി പല പല ഫ്ലവേഴ്സ് ഉണ്ടാ, ചെടികളൊക്കെ വെറൈറ്റീസ്. നല്ല അടിപൊളി. ഈസ്റ്റർ ആയിരുന്നു, വലിയ ഈസ്റ്റർ എഗ് വന്നിരിക്കണം കേട്ടോ. ഈ റോസ് ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഈസ്റ്ററിൻ്റെ വലിയ ഈസ്റ്റർ എഗ് പനപ്പം കണ്ടപ്പോൾ എടുക്കും. പനപ്പം കണ്ടൊക്കെ എടുക്കും. ഇത് മിഠായി അല്ലേ? വലിയ ഈസ്റ്റർ എഗ്, ഈസ്റ്ററിന് വയ്ക്കണേ. അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു എഗ്ഗുകൾ വയ്ക്കില്ലേ? യെസ്, വലിയൊരു നിക്ക് റേറ്റ് നോക്ക്.
അപ്പോൾ സോക്സ് 49 നോക്ക്. എന്താണോ കമ്പനി? 1224 നോക്ക്. അത്രയും ഇല്ല, കാര്യമില്ല. -30% ഡിസ്കൗണ്ട് ഉണ്ട്. കുട്ടികളുടെ സാധനങ്ങൾ, കുട്ടികളുടെ സാധനങ്ങളാട്ടോ. ഇത് തന്നെ ഇരിക്കണേ. നമ്മൾ എടുക്കാൻ പോണ സാധനം അപ്പുറത്തല്ലേ ഉള്ളേ. സോക്സോ? ഇതെന്നാ എവിടെ ഇരുന്ന ക്ലോത്ത്? അത് പുതയ്ക്കണത് പുതപ്പ് അല്ലേ? ബ്ലാങ്കറ്റ്. കുറേ സാധനം വാങ്ങിക്കാൻ ചെറിയ പിന്നെ ഇതിൽ വെക്കണത് അപ്പുറത്തല്ലേ ഈ സാധനങ്ങൾ. സോക്സ് ഫ്രണ്ടിൽ ഇതേ അവിടെ. കൊച്ചുങ്ങളുടെ ഡ്രസ്സ് ഇവിടെ വില നോക്കാം. കൊച്ചുങ്ങളുടെ സോക്സ് ഇല്ലേ, അതാ കൊച്ചുങ്ങളുടെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പല ടൈപ്പിലുള്ള സ്ട്രൈക്ക്. അത് നോക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ ഫുള്ള് കയറണം. മിറ്റൻസാ അത് അപ്പുറത്തായിരിക്കും, അവൻ്റെ ആ ബ്യൂട്ടൊക്കെ ഉള്ള സ്ഥലത്ത്. ഇനി എനിക്കെടുക്കാനുള്ള മറ്റേ അവിടെയാണ്. അതുവഴി ചുറ്റിയങ്ങ് പോവാം. ഇവിടുത്തെ പാത്രം നിൽക്ക്, എനിക്ക് ഓരോ ദിവസം ഇടണ്ടേ. 800, 900, 1000 ഒക്കെ. ഇത് വൈഫൈയിൽ വർക്കാവണോ? അവിടെ വൈഫൈ കാണിച്ചിട്ടാണ് ഓരോ സെക്ഷൻസ്. നമ്മൾ ഈ സെക്ഷനൊന്നും പോണില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളൂ. കിച്ചൺ അപ്ലയൻസ്. ഇത് 1% ചുമപ്പാണോ? ഇത് പാല് ഓരോ ഫാറ്റിനനുസരിച്ച് കൊടുത്തരാം കേട്ടോ. മിൽക്കാണ് കേട്ടോ. ഇത്ര ഒരെണ്ണം എടുത്തോ. ടൈൻ എന്നാണ് പാലിന് പറയണേ. പാലിൻ്റെ സെക്ഷനാണ് ഇത് മൊത്തം. കമ്പനിയുടെ പേര് കൗ മിൽക്ക്. ഇതിലത്തിട്ട് ഓക്കെ. എനിക്ക് ഒരു ബട്ടർ വാങ്ങണം, ബട്ടർ എടുക്കണം, ചെറിയ ബട്ടർ. ചെറിയ ബട്ടർ ഇല്ലേ? ചേട്ടാ ഈ ഒരു ബട്ടർ എടുക്കാമോ? ഈ കൗവിൻ്റെ ബട്ടർ അല്ല അല്ലേ? പൂ ബട്ടർ. അത് ഇത്തിരി വലുതാലോ. ഇതാ 44. അപ്പുറത്തെ വെറൈറ്റി ഓഫ് ബ്രെഡ് കേട്ടോ. ഈ സെക്ഷനിൽ ഇപ്പം ചാടി ഇറങ്ങും. പിസ്സ എടുക്കുക, പിസ്സയൊക്കെ വേണമെന്ന് പറയും. പിസ്സ എപ്പോഴും ചോദിക്കണായിട്ട് ഇത്രയും കൊടുത്തിട്ടില്ല. ഡോണറ്റ്സ് എടുക്കും. ഡോണറ്റ്സ് നല്ല ടേസ്റ്റി ഉള്ളൊരു കേക്ക്. സൂപ്പർ. ഏതാ? വെറൈറ്റി ബ്രെഡുകളാണ് കേട്ടോ. ക്രോയിസന്റ്. ബ്രെഡുകൾ നമുക്കിത് ഈ ബ്രെഡ് കട്ടിങ് മെഷീനിൽ ബ്രെഡ് മെഷീനിൽ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. വലിയ ബ്രെഡ് എടുത്താലും ഒരേ സാധനങ്ങളാണ് കേട്ടോ. എണിച്ചാ കുറച്ച് താഴെ ഇറങ്ങി. സാൽമൺ ഫിഷ് കേട്ടോ. സാൽമൺ വണ്ടി എൻ്റെ മയില പിച്ചയിലൂടെ വന്നോ പിച്ച. ചോ അമ്മയ്ക്കണോ? ഇത് പിടിച്ചോ. ഈ വണ്ടി ഇത് പിടിക്കേ. സാൽമൺ ഫിഷുകൾ
അച്ഛനൊരു ദിവസം സാൽമൺ കൊടുക്കണേ കുറേ ദിവസം വീട്ടിലിരിക്കുന്ന ചിക്കനൊക്കെ തീർന്നില്ലേ? കുറേ ദിവസം സാൽമൺ കഴിച്ച ഇവിടെ എല്ലാ മീനുകളും ഇങ്ങനെ ഫ്രോസണായി കിട്ടണം കേട്ടോ. ഫ്രോസൺ കൊഞ്ച് ചേട്ടാ ഞാൻ അവിടെ നിന്ന് എടുക്കട്ടെ, ഇത് മിൽക്ക് എടുക്കട്ടെ.